Have a nice time to all. Myself, Dr. Shikiyam, Assistant Professor of Mathematics, തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് തിരൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രോഗ്രാമുകൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം അനുസരിച്ചാണ് നടക്കുന്നത്. 2019 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ CBCSS UG റെഗുലേഷൻസിൽ വിദ്യാർത്ഥികൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മീനിങ് ഓഫ് പ്രോഗ്രാം. Program means entire course of study and examinations for the award of a degree. ഉദാഹരണമായി BSc Mathematics, BA മലയാളം, BSc Physics എന്നെല്ലാം പറയുന്നത് CBCSS സിസ്റ്റം പ്രകാരം ഓരോ പ്രോഗ്രാമുകളായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ സാധാരണ പ്രോഗ്രാം എന്ന ഈ അർത്ഥത്തിൽ പറയാറുള്ളത് കോഴ്സ് എന്നാണ്. പക്ഷേ CBCSS സിസ്റ്റത്തിൽ കോഴ്സ് എന്നതിന് മറ്റൊരു അർത്ഥമാണുള്ളത്. മീനിങ് ഓഫ് എ കോഴ്സ്. Course means a segment of subject matter to be covered in a semester. For example, first സെമസ്റ്ററിൽ മാത്തമാറ്റിക്സിന്റെ ഒരു പേപ്പർ നിങ്ങൾ BSc മാത്തമാറ്റിക്സിന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ പേപ്പറാണ് ഒരു കോഴ്സ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഓഫ് സെമസ്റ്റർ. സെമസ്റ്റർ മീൻസ് എ ടേം കൺസിസ്റ്റിംഗ് ഓഫ് 18 വീക്സ്. അതിൽ 16 വീക്സ് ഇൻസ്ട്രക്ഷണൽ വീക്സ് ആയിരിക്കും, 2 വീക്സ് എക്സാമിനേഷൻസിന് വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു സെമസ്റ്റർ ആയിട്ട് പറയുന്നത്. Then courses of UG program. 4 തരത്തിലുള്ള കോഴ്സുകളാണ്, അതായത് നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ പേപ്പേഴ്സ് നമ്മൾ പറയാറുണ്ട്. 4 തരത്തിലുള്ള കോഴ്സുകളാണ് ഡിഗ്രി പ്രോഗ്രാമിന് പഠിക്കാനുള്ളത്. കോമൺ കോഴ്സസ്, കോർ കോഴ്സസ്, ഓപ്പൺ കോഴ്സസ് ആൻഡ് കോംപ്ലിമെന്ററി കോഴ്സസ്. ഓരോന്നിനും കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമൺ കോഴ്സിന് കോഡ് A ആണ്, കോർ കോഴ്സസിന് B, ഓപ്പൺ കോഴ്സസ് D ആൻഡ് കോംപ്ലിമെന്ററി കോഴ്സ് C. ഇനി കോമൺ കോഴ്സിൽ പെടുന്നത് ഏതെല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ 3 കോമൺ കോഴ്സുകളാണ് പഠിക്കാനുണ്ടാവുക. 2 ഇംഗ്ലീഷ് കോഴ്സുകളും 1 അഡീഷണൽ ലാംഗ്വേജ് കോഴ്സും. ഈ അഡീഷണൽ ലാംഗ്വേജ് കോഴ്സ് അതാത് കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ സെമസ്റ്ററിലും അതുപോലെ തന്നെയാണ്. 2 ഇംഗ്ലീഷ് കോഴ്സും 1 അഡീഷണൽ ലാംഗ്വേജ് കോഴ്സും ഉണ്ടാവും. തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും ഓരോ കോമൺ ഇംഗ്ലീഷ് കോഴ്സും ഓരോ അഡീഷണൽ ലാംഗ്വേജ് കോഴ്സും ഇത് ഉണ്ടാവും. ആകെ നോക്കിയാൽ ഇംഗ്ലീഷ് കോഴ്സുകൾ A01, A02, A03, A04 to A06 വരെ ഉണ്ടാവും. 6 ഇംഗ്ലീഷ് കോമൺ കോഴ്സുകളാണ് പഠിക്കാനുള്ളത്. അഡീഷണൽ ലാംഗ്വേജ് കോഴ്സുകൾ 4 എണ്ണം ഉണ്ടാവും. A07, A08, A09 ആൻഡ് A010. ആദ്യത്തെ 4 സെമസ്റ്ററുകളാണ് കോമൺ കോഴ്സുകൾ പഠിക്കാനുണ്ടാവുക. ദെൻ കോംപ്ലിമെന്ററി കോഴ്സസ്. ഓരോ സെമസ്റ്ററിലും 2 കോംപ്ലിമെന്ററി കോഴ്സുകളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഉദാഹരണമായി BSc മാത്തമാറ്റിക്സിന് ചേർന്ന ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് കോംപ്ലിമെന്ററി കോഴ്സായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സും സെക്കൻഡ് കോംപ്ലിമെന്ററി കോഴ്സായിട്ട് ഫിസിക്സും ഉണ്ടാവാം. അതും ഓരോ കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും കോംപ്ലിമെന്ററി കോഴ്സുകൾ സെലക്ട് ചെയ്യപ്പെടുക. ഇനി കോർ കോഴ്സുകൾ നോക്കാം. കോർ കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രിക്ക് നമ്മൾ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ചേർന്നിട്ടുള്ള സബ്ജക്ട് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് സെമസ്റ്ററിൽ BSc മാത്തമാറ്റിക്സിന് ചേർന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള കോർ കോഴ്സിന്റെ പേരാണ് ബേസിക് ലാംഗ്വേജ് ആൻഡ് നമ്പർ തിയറി. സെക്കൻഡ് സെമസ്റ്ററിൽ കാൽക്കുലസ് ഓഫ് സിംഗിൾ വേരിയബിൾ 1, തേർഡ് സം കാൽക്കുലസ് ഓഫ് സിംഗിൾ വേരിയബിൾ 2 ആൻഡ് ഫോർത്ത് സം ലീനിയർ ആൾജിബ്ര. അതായത് ആദ്യത്തെ 4 സെമസ്റ്ററുകളിൽ ഓരോ കോർ കോഴ്സുകൾ വീതമാണ് പഠിക്കാനുണ്ടാവുക. ഫിഫ്ത് സെമ്മിൽ 5 കോർ കോഴ്സുകൾ ഉണ്ടാവും. അബ്സ്ട്രാക്ട് ആൾജിബ്ര, ബേസിക് അനാലിസിസ്, ന്യൂമറിക്കൽ അനാലിസിസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ജോമെട്രി ആൻഡ് തിയറി ഓഫ് ഇക്വേഷൻസ്. അതോടൊപ്പം ഫിഫ്ത് സെമ്മിൽ ഒരു ഓപ്പൺ കോഴ്സ് കൂടെ പഠിക്കാനുണ്ട്. സ്റ്റുഡൻസ് ക്യാൻ ഓപ്റ്റ് ആൻ ഓപ്പൺ കോഴ്സ് ഓഫേർഡ് ബൈ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് മാത്തമാറ്റിക്സ് BSc പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ആ കോളേജിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നതല്ലാത്ത ബാക്കി ഏത് കോമൺ കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. സിക്സ്ത് സെമ്മിൽ പഠിക്കേണ്ടതായ കോർ കോഴ്സസ് ആണ് റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, കാൽക്കുലസ് ഓഫ് മൾട്ടിവേരിയബിൾ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് 1 ഇലക്ടീവ് കോഴ്സ്. ഇലക്ടീവ് കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇലക്ടീവ് കോഴ്സ് കോളേജിന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതോടൊപ്പം വിദ്യാർത്ഥികൾ ഒരു പ്രൊജക്ട് വർക്ക് കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈച്ച് സ്റ്റുഡന്റ് ഷall have to work on a project of 2 credits under the supervision of a faculty member. പ്രൊജക്ടിന്റെ ക്രെഡിറ്റ് ആണ് ഇവിടെ 2 ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണ് ക്രെഡിറ്റ് എന്ന് നോക്കാം. ക്രെഡിറ്റ് ഓഫ് എ കോഴ്സ്. Credit is a unit of academic input measured in terms of weekly contact hours or course content assigned to a course. നമ്മളൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരു ആഴ്ചയിൽ എത്ര അവേഴ്സ് ആണോ കോളേജിൽ കോണ്ടാക്ട് അവേഴ്സ് ഉണ്ടാവുക, അതോടൊപ്പം ആ കോഴ്സിൽ എത്രത്തോളം കണ്ടന്റ് പഠിക്കാനുണ്ടോ, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ആ കോഴ്സിന് അസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻപുട്ട് വാല്യൂ ആണ്, അക്കാദമിക് ഇൻപുട്ട് മെഷർ ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ BSc മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൽ ഓരോ കോഴ്സുകളുടെയും ക്രെഡിറ്റ് ആണ് ഇവിടെ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം
ഇംഗ്ലീഷ് എന്ന കോമൺ കോഴ്സ് 6 എണ്ണം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ 6 കോമൺ ഇംഗ്ലീഷ് കോഴ്സിനും കൂടെ ഒന്നിച്ചുള്ള ക്രെഡിറ്റ് ആണ് 22. അഡീഷണൽ ലാംഗ്വേജിന്റെ 4 കോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ മൊത്തം ക്രെഡിറ്റ് ആണ് 16. കോർ കോഴ്സുകൾ 13 കോർ കോഴ്സുകൾ 1 ഇലക്റ്റീവും പ്രൊജക്റ്റും അടക്കം ഒന്നിച്ചുള്ള ക്രെഡിറ്റ് ആണ് 55. ഓരോ കോംപ്ലിമെന്ററി കോഴ്സുകൾക്കും 12 ക്രെഡിറ്റ് വീതം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, കോംപ്ലിമെന്ററി കോഴ്സ് 1 എന്ന് പറയുന്നത് 4 കോഴ്സുകൾ പഠിക്കാനുണ്ട് 4 സെമിസ്റ്ററിലായിട്ട്. ഓരോന്നിനും 3 ക്രെഡിറ്റ് വീതം ഉണ്ടെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റ് 12 ആയിട്ട് ഉണ്ടാവും. ദെൻ ഓപ്പൺ കോഴ്സിന്റെ ക്രെഡിറ്റ് 3 ആണ്. ടോട്ടലി BSc ഡിഗ്രി പ്രോഗ്രാമിൽ മൊത്തം ക്രെഡിറ്റ് എന്ന് പറയുന്നത് 120 ആയിരിക്കും. ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത് കോർ കോഴ്സുകളുടെ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷനും മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ്. അതിലെ കോഴ്സുകളുടെ നെയിം കോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് സെമിസ്റ്ററിലുള്ള പേപ്പർ ബേസിക് ലോജിക് ആൻഡ് നമ്പർ തിയറിയുടെ കോഡ് ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് MTS1B01. MTS എന്നത് മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നു. അടുത്ത നമ്പർ 1 എന്നത് ഫസ്റ്റ് സെമിസ്റ്ററിനെ സൂചിപ്പിക്കുന്നു. B എന്ന ലെറ്റർ കോർ കോഴ്സിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു കോർ കോഴ്സിന്റെ കോഡ് B ആണ്. ദെൻ 01 എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ പേപ്പറിന്റെ കോഡാണ്. ഇത്തരത്തിൽ 6 സെമിസ്റ്ററുകളുടെയും കോർ കോഴ്സുകളുടെ കോഡ് നമ്പറാണ് ഫസ്റ്റ് കോളത്തിൽ സെക്കൻഡ് കോളത്തിൽ കാണുന്നത്. ദെൻ നെയിം ഓഫ് ദ കോഴ്സ് ഉണ്ട്. ക്രെഡിറ്റ് എന്ന കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓരോ പേപ്പറിനും നൽകിയിരിക്കുന്ന ക്രെഡിറ്റ് ആണ്. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇന്റേണലും എക്സ്റ്റേണലും അതിന്റെ ടോട്ടലും കൊടുത്തിരിക്കുന്നു. എക്സാം ഡ്യൂറേഷനും നൽകിയിട്ടുണ്ട്. ക്രെഡിറ്റ് കൂടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ പേപ്പറിന്റെ കണ്ടന്റ് കൂടുതലായി പഠിക്കാനുണ്ടാവുമെന്നും ആഴ്ചയിൽ ആ പേപ്പറിന് കൂടുതൽ കോണ്ടാക്ട് അവേഴ്സും ഉണ്ടാവുമെന്നുമാണ്. ഇവിടെ ക്രെഡിറ്റ് 5ഓ 4ഓ ആയിട്ടുള്ള പേപ്പേഴ്സിന് ടോട്ടൽ മാർക്സ് പരീക്ഷയ്ക്ക് ടോട്ടൽ മാർക്സ് 100ലാണ് ഉണ്ടാവുക. എക്സാം ഡ്യൂറേഷൻ 2.5 അവേഴ്സ് ആയിരിക്കും. ക്രെഡിറ്റ് 2ഓ 3ഓ ആയിട്ടുള്ള പേപ്പേഴ്സിന് 75ലാണ് എക്സാം നടത്തുന്നത്. അതിന് 2 അവേഴ്സിന്റെ എക്സാം ആണ് ഉണ്ടാവുക. ടോട്ടൽ മാർക്സ് 100 ആയിട്ടുള്ള പരീക്ഷകളിൽ 20 ഇന്റേണലും 80 എക്സ്റ്റേണലും ആയിരിക്കും. 75 ടോട്ടൽ വരുന്ന പേപ്പേഴ്സിന് 15 ഇന്റേണലും 60 എക്സ്റ്റേണലും ആയിരിക്കും. Then internal evaluation. 20% of total marks in each course are for internal evaluation. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 100 മാർക്സിന്റെ ഒരു പേപ്പർ ആണെങ്കിൽ അതിൽ 20 മാർക്സ് ഇന്റേണൽ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഇന്റേണൽ ഇവാലുവേഷൻ നടത്തുന്നത്? കമ്പോണൻസ് ഓഫ് ഇന്റേണൽ ഇവാലുവേഷൻ: ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ, അസൈൻമെന്റ്, സെമിനാർ, ടെസ്റ്റ് പേപ്പർ. ഇത്രയും കമ്പോണൻസ് ആണ് ഇന്റേണൽ ഇവാലുവേഷൻ ഉള്ളത്. ഓരോന്നിനും അസൈൻ ചെയ്തിട്ടുള്ള മാർക്കുകളാണ് ഈ കോളത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. Then components of internal evaluation. Split up of marks for test paper ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അതായത് ടെസ്റ്റ് പേപ്പറിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 35നും 45നും ഇടയ്ക്കാണെങ്കിൽ മാക്സിമം ഇന്റേണൽ 20 വരേണ്ട ഒരു പേപ്പറിന് 2 മാർക്സ് ആണ് കിട്ടുക. മാക്സിമം ഇന്റേണൽ 15 വരേണ്ട പേപ്പറിന് 2 തന്നെയാണ് കിട്ടുക. സോ അത്തരത്തിലാണ് ആ ടേബിൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷന് അനുസരിച്ചിട്ടുള്ള ഇന്റേണലും ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. Now, evaluation of project. Evaluation of the project shall be done under mark system at 2 stages: internal assessment and external evaluation. പ്രൊജക്ടിന്റെ ഇന്റേണൽ അസസ്മെന്റ് നടക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യാനുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒറിജിനാലിറ്റി, മെത്തഡോളജി യൂസ്ഡ്, സ്കീം ഓർ ഓർഗനൈസേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് വൈവ വോസി. മൊത്തം 15 മാർക്സ് ആണ് ഇന്റേണൽ ആയിട്ട് നൽകാനുള്ളത്. എക്സ്റ്റേണൽ ഇവാലുവേഷന്റെ കമ്പോണൻസ് റെലവൻസ് ഓഫ് ദ ടോപ്പിക്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതിന് 12 മാർക്സ് ആണ്. Reference bibliography, presentation, quality of analysis, use of statistical tools, etc. 12 marks. Findings and recommendations 18 marks and viva voce 18 marks. Total 60 marks ആണ് external evaluation ഉള്ളത്. Now question paper ഏത് വിധത്തിലാണ് വരിക എന്ന് നോക്കാം. Pattern of question paper for university examinations. 3 sections ആയിട്ടാണ് question paper ഉണ്ടാവുക. External examination marks total 80 വരേണ്ട question paper ആണെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 15 എണ്ണം, പാരഗ്രാഫ് ഓർ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് 8 ആൻഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2 ഔട്ട് ഓഫ് 4. ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി മാക്സിമം മാർക്ക് 60 വരുന്ന പരീക്ഷയാണെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് 12 എണ്ണവും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് 7ഉം, എസ്സേ ക്വസ്റ്റ്യൻസ് 1ഉം ആണ് ഉണ്ടാവുക. എക്സാമിനേഷന് മാർക്ക് സിസ്റ്റത്തിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ആ കിട്ടിയ മാർക്കിന്റെ പെർസെന്റേജിനെ നമ്മൾ ഗ്രേഡ് പോയിന്റിലേക്ക് മാറ്റിയിട്ടാണ് ഗ്രേഡ് കാർഡിൽ ഉണ്ടാവുക. 10 പോയിന്റ് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് CBCSE സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. 95% എബോവ് ഉള്ള കുട്ടിയാണെങ്കിൽ ഗ്രേഡ് O ആയിരിക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ് ആ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 85 to 95 ആണെങ്കിൽ A+, എക്സലന്റ്. 75 to 85 A ആണ്, വെരി ഗുഡ്, എക്സെട്ര. 35% എങ്കിലും മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ ആ പർട്ടിക്കുലർ കോഴ്സ് പാസ് ആയതായിട്ട് പരിഗണിക്കുകയുള്ളൂ.
തന്നിരിക്കുന്ന ടേബിളിലെ 4ാമത്തെ കോളത്തിന് ഗ്രേഡ് പോയിന്റ് ആവറേജ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഗ്രേഡിന് അനുസരിച്ചുള്ള പോയിന്റ് ആണ്. ഈ ഗ്രേഡ് പോയിന്റ് നോക്കിയിട്ടാണ് ഓരോ പർട്ടിക്കുലർ സെമിസ്റ്ററിലെയും ടോട്ടൽ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. SGPA സെമിസ്റ്റർ ഗ്രേഡ് പോയിന്റ് ആവറേജ് കാൽക്കുലേഷൻ. ഇവിടെ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡ് കാർഡാണ്. 6 കോഴ്സുകളാണ് കുട്ടിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. 2 കോമൺ ഇംഗ്ലീഷ് കോഴ്സ്, ഒരു അഡീഷണൽ ലാംഗ്വേജിന്റെ കോഴ്സ്, 2 കോംപ്ലിമെന്ററി കോഴ്സ്, ഒരു കോർ കോഴ്സ്. അത്തരത്തിൽ 6 കോഴ്സുകളാണ് ചെയ്യാനുള്ളത്. ഓരോ കോഴ്സുകൾക്കും വിദ്യാർത്ഥിക്ക് ലഭിച്ച ഗ്രേഡ് ആണ് 3ാമത്തെ കോളത്തിൽ കാണുന്നത്. അതിനടുത്ത കോളത്തിൽ ഗ്രേഡ് പോയിന്റ് എന്നത് ഓരോ ഗ്രേഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. ക്രെഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ കോഴ്സിനും അസൈൻ ചെയ്തിട്ടുള്ള ഒരു അക്കാദമിക് ഇൻപുട്ട് വാല്യൂ ആണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു പർട്ടിക്കുലർ കോഴ്സിന് വിദ്യാർത്ഥിക്ക് ലഭിച്ച ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ് ചെയ്താലാണ് ലഭിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന കോളത്തിൽ C/G ചെയ്താലാണ് ഓരോ കോഴ്സിനും വിദ്യാർത്ഥിക്ക് ലഭിച്ച ക്രെഡിറ്റ് പോയിന്റ് കിട്ടുന്നത്. ഇത്തരത്തിൽ ഒരു പെർട്ടിക്കുലർ സെമിസ്റ്ററിൽ ആ വിദ്യാർത്ഥിക്ക് ലഭിച്ച ഓരോ കോഴ്സിന്റെയും ക്രെഡിറ്റ് പോയിന്റ്സിന്റെ ആവറേജിനെയാണ് നമ്മൾ SGPA എന്ന് വിളിക്കുന്നത്. അതായത് സം ഓഫ് ക്രെഡിറ്റ് പോയിന്റ്സ് ഓഫ് ഓൾ കോഴ്സസ് ഇൻ എ സെമിസ്റ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ് ഇൻ ദാറ്റ് സെമിസ്റ്റർ. ടോട്ടൽ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ക്രെഡിറ്റ് എന്നുള്ള കോളം സം ചെയ്ത് നോക്കിയാൽ മതി. അത് 21 ആണ്. ഈ എക്സാമ്പിളിൽ 4+3+4+3+3+4 21 ആണ്. സോ ഈ എക്സാമ്പിളിൽ വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്ന SGPA എന്ന് പറയുന്നത് 136 ഡിവൈഡഡ് ബൈ 21 ആണ്. ഇനി നമുക്കതിനെ പെർസെന്റേജിലേക്ക് മാറ്റേണ്ടതുണ്ട്. SGPA മാക്സിമം ലഭിക്കാവുന്നത് എന്ന് പറയുന്നത് 10 ആണ്. അതായത് ഒരു കുട്ടിക്ക് എല്ലാ കോഴ്സിലും ഗ്രേഡ് പോയിന്റ് 10 ലഭിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന SGPA എന്ന് പറയുന്നത് 10 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലഭിച്ച SGPA ഉപയോഗിച്ചാണ് നമ്മൾ ആ പർട്ടിക്കുലർ സെമിസ്റ്ററിലെ പെർസെന്റേജ് കണക്കാക്കുന്നത്. ഈ കാണുന്ന ഉദാഹരണത്തിൽ പെർസെന്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് SGPA ഡിവൈഡഡ് ബൈ ടോട്ടൽ SGPA ദാറ്റ് ഇസ് 10 into 100 ദാറ്റ് ഇസ് 64.76% ആയിരിക്കും. CGPA ഓർ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് കാൽക്കുലേഷൻ. ഓരോ സെമിസ്റ്ററിലും വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന SGPAകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോഗ്രാമിന്റെ അവസാനം ടോട്ടൽ പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ പെർസെന്റേജ് ഓഫ് മാർക്സ് കാണുന്നതിനായി നമ്മൾ ആദ്യം CGPA കണ്ടുപിടിക്കുന്നു. CGPA എന്ന് പറയുന്നത് 6 സെമിസ്റ്ററുകളിലായി എല്ലാ കോഴ്സിലും കൂടെ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള ടോട്ടൽ ക്രെഡിറ്റ് പോയിന്റ്സ് എത്രയാണെന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്സ്. നമ്മൾ പറഞ്ഞു BSc മാത്തമാറ്റിക്സ് പ്രോഗ്രാമിന്റെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 120 ആണ്. ഓരോ സെമിസ്റ്ററിലും ലഭിച്ചിട്ടുള്ള എല്ലാ ക്രെഡിറ്റ് പോയിന്റ്സും കൂടെ സം ചെയ്ത ശേഷം ബൈ 120 ചെയ്താൽ നമുക്ക് CGPA ലഭിക്കും. CGPAയും മാക്സിമം ലഭിക്കാവുന്നത് 10 ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പെർസെന്റേജ് ആക്കി മാറ്റുന്ന സമയത്ത് ടോട്ടൽ പെർസെന്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് CGPA ഡിവൈഡഡ് ബൈ 10 into 100 ആയിരിക്കും. ഈ കാണുന്ന ഉദാഹരണത്തിൽ CGPA 7.183 ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ പെർസെന്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് 71.83 ആണ്. ഫൈനൽ ഗ്രേഡ് കാർഡ് ലഭിക്കുന്ന സമയത്ത് ടോട്ടൽ പെർസെന്റേജിനോടൊപ്പം തന്നെ കോർ കോഴ്സുകൾക്ക് മാത്രമായി ലഭിച്ച CGPA, കോംപ്ലിമെന്ററി കോഴ്സുകൾക്ക് മാത്രമായി ലഭിച്ച CGPA, കോമൺ കോഴ്സുകൾക്ക് ലഭിച്ച CGPA ഇത്തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ഓരോന്നും ഇതേ തരത്തിലുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചതായ കോഴ്സുകളല്ലാതെ BSc പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പൂർത്തീകരിക്കേണ്ടതായ മറ്റൊരു കോഴ്സാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഓർ ഓഡിറ്റ് കോഴ്സസ്. These are courses which are mandatory for a program but not counted for the calculation of SGPA or CGPA. SGPAയോ CGPAയോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പരിഗണിക്കാറില്ലെങ്കിലും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഓരോ സെമിസ്റ്ററിലും ഓരോന്ന് വീതം വിദ്യാർത്ഥികൾ നിർബന്ധമായും പൂർത്തീകരിക്കേണ്ടതാണ്. ഇത്തരം കോഴ്സുകൾക്ക് പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന ഒരു ഗ്രേഡ് മാത്രമേ അവാർഡ് ചെയ്യുകയുള്ളൂ. ഓരോ സെമിസ്റ്ററിലുമുള്ള ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾ പാസ് ഗ്രേഡ് നേടേണ്ടതാണ്. ഇത്തരം കോഴ്സുകൾക്ക് പകരമായി കോഴ്സിന് നൽകിയിരിക്കുന്ന അതേ ക്രെഡിറ്റ് ഉള്ള സ്വയം മൂക്ക് കോഴ്സുകളും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോ സെമിസ്റ്ററിലും ചെയ്യേണ്ടതായ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളുടെ പേരുകളാണ് ഇവിടെ ടേബിളിൽ കാണുന്നത്. ഫസ്റ്റ് സെമിസ്റ്റർ എൻവയോൺമെന്റ് സ്റ്റഡീസ്, സെക്കൻഡ് സെമിസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, തേർഡ് സെമിസ്റ്റർ ഹ്യൂമൻ റൈറ്റ്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഫോർത്ത് സെമിസ്റ്റർ ജെൻഡർ സ്റ്റഡീസ് ഓർ ജെർണോട്ടോളജി. അതുകൂടാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു എക്സ്ട്രാ ക്രെഡിറ്റ് ആക്ടിവിറ്റിയിൽ കൂടി ഇൻവോൾവ് ചെയ്യേണ്ടതാണ്. Extra credits are mandatory for the program. Extra credits will be awarded to students who participate in activities like NCC, NSS and Swachh Bharat. ഇവയിലൊന്നും അംഗമല്ലാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതാണ്.
ആൻഡ് എക്സ്ട്രാ ക്രെഡിറ്റ്സ് ആർ നോട്ട് കൗണ്ടഡ് ഫോർ SGPA ഓർ CGPA. ഇത്രയും കാര്യങ്ങളാണ് CBCSS റെഗുലേഷൻസിൽ വിദ്യാർത്ഥികൾ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടത്. സോ ഐ വിഷ് യു എ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് യുവർ ഡിഗ്രി പ്രോഗ്രാം.